കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ഒരു സീറ്റ് കൂടി അധികം നേടി 20-20 സീറ്റുമായി വിജയിച്ചു വരിക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് UDF വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുവാൻ പോകുന്നത്. LDFനെ സംബന്ധിച്ചിടത്തോളം ആകെ ലഭിച്ച ആലപ്പുഴയിലെ സീറ്റ് കൂടാതെ 20-20 നേടുക എന്ന ഉദ്ദേശ ലക്ഷ്യം. ഇവിടെ CPIക്ക് 4 പ്രധാനപ്പെട്ട സീറ്റുകളാണ് മത്സരിക്കുവാൻ ലഭിക്കുക. തൃശൂർ, തിരുവനന്തപുരം, വയനാട്, മാവേലിക്കര. ഈ 4 ഇടങ്ങളിലാണ് CPI മത്സരിക്കുവാൻ പോകുന്നത്. ഇവിടുത്തെ പ്രധാന വിഷയം ഈ 4 സീറ്റുകളും രാഷ്ട്രീയപരമായി ദേശീയ രാഷ്ട്രീയ തലത്തിൽ വരെ ചർച്ച ചെയ്യപ്പെട്ട അല്ലെങ്കിൽ വളരെ പ്രാധാന്യത്തോടു കൂടി കാണുന്ന സീറ്റുകളാണ്. അതിൽ 3 വളരെ പ്രധാനപ്പെട്ടവയാണ്: തിരുവനന്തപുരം, തൃശൂർ, വയനാട്. ഈ 3 ലോക്സഭാ മണ്ഡലങ്ങളിലും മത്സരിക്കുന്നത് CPI ആണ്. ജനശ്രദ്ധ ഏറ്റവും കൂടുതൽ വരാൻ പോകുന്ന ഈ 3 ലോക്സഭാ മണ്ഡലങ്ങളെ പറ്റിയിട്ടാണ് ഇന്ന് കേരള കൗമുദിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ആ ലേഖനം നമുക്കൊന്ന് വായിക്കാം. ജനുവരി 12-ാം തീയതി 7-ാം നമ്പർ പേജിലാണ് ഇത്തരത്തിൽ ഒരു ലേഖനം വന്നിരിക്കുന്നത്. തലക്കെട്ട് ഇങ്ങനെയാണ്: ലോക്സഭാ തെരഞ്ഞെടുപ്പ് CPI മത്സരിക്കുന്നതിൽ 3 സീറ്റുകൾക്കും ദേശീയ പ്രാധാന്യം. കേരളത്തിൽ മത്സരിക്കുന്ന 4-ൽ 3 സീറ്റുകൾക്കും കൈവന്നിരിക്കുന്ന ദേശീയ പ്രാധാന്യമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPIയുടെ ഉത്തരവാദിത്തം വർദ്ധിപ്പിക്കുന്നത്. CPIയെ സംബന്ധിച്ചിടത്തോളം പുതിയ നേതൃത്വം എത്തിയിരിക്കുകയാണ്. കാനം രാജേന്ദ്രന് ശേഷം, അദ്ദേഹത്തിന്റെ വിടവാങ്ങലിന് ശേഷം ബിനോയ് വിശ്വത്തിന്റെ നേതൃത്വത്തിൽ CPI സജ്ജമായിരിക്കുകയാണ്. പാർട്ടിക്കുള്ളിൽ പല മറ്റ് ഭിന്നതകൾ ഉണ്ടെങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ അവരെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമെന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ CPIയെ സംബന്ധിച്ച് അവർ മത്സരിക്കുവാൻ പോകുന്ന 4 ഇടങ്ങളും പ്രധാനപ്പെട്ടതാണ്. 4-ൽ പ്രത്യേകിച്ച് ഈ 3 ലോക്സഭാ മണ്ഡലങ്ങൾ വളരെ പ്രധാനപ്പെട്ടവയാണ്. തിരുവനന്തപുരം, മാവേലിക്കര, തൃശൂർ, വയനാട് സീറ്റുകളാണ് പാർട്ടി മത്സരിക്കുന്നത്. അടുത്ത മാസം ചേരുന്ന സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്ക് തുടക്കമിട്ടേക്കും. തിരുവനന്തപുരം, തൃശൂർ സീറ്റുകളിൽ BJPയും കടുപ്പിക്കുന്നതോടെ ശക്തമായ ത്രികോണ മത്സരത്തിനാവും സാധ്യത. നമുക്കറിയാം, തൃശൂരിൽ ഒരു വലിയ വനിതാ സംഗമ വേദിയൊക്കെ സൃഷ്ടിച്ച്, ഒരു വനിതാ സമ്മേളനമൊക്കെ സൃഷ്ടിച്ച് BJP തങ്ങളുടെ ശക്തി കേന്ദ്രമാണ് തൃശൂർ എന്ന് ഉറപ്പിക്കുവാനുള്ള തന്ത്രപ്പാടിലാണ്. രാഷ്ട്രീയപരമായ കരുനീക്കങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലോക്സഭാ മണ്ഡലമായി തൃശൂർ കണക്കാക്കുന്നു. അവിടെ സുരേഷ് ഗോപിയുടെ പ്രസരിപ്പിൽ വിജയിച്ചു വരുവാനുള്ള വലിയ ഒരു രാഷ്ട്രീയ തന്ത്രമാണ് BJP ഒരുക്കുന്നത്. കോൺഗ്രസും അവിടെ വലിയ ശക്തമായ രീതിയിൽ അവിടുത്തെ സിറ്റിംഗ് MP TN പ്രതാപനാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ആ മണ്ഡലം തിരിച്ചുപിടിക്കുവാൻ കരുത്തരായി തന്നെ നിൽക്കും. അവിടെയാണ് CPI ശക്തമായ ഒരു ത്രികോണ മത്സരം ഒരുക്കുവാൻ പോകുന്നത് എന്ന വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത്. എന്താണെങ്കിലും CPI കൊണ്ട് അത് സാധിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതായിട്ടുണ്ട്. അതായത് മറ്റൊന്നും കൊണ്ടല്ല, BJPയെ പോലെ മറ്റ് ജില്ലകളിലേക്കാൾ കൂടുതൽ ശക്തമായി നിൽക്കുന്ന തൃശ്ശൂരിൽ അവർ എന്തായാലും കളം പിടിക്കാൻ ശ്രമിക്കുമ്പോൾ, സ്വന്തം സിറ്റിംഗ് സീറ്റ് തിരിച്ചുപിടിക്കുവാൻ കോൺഗ്രസ് ശ്രമിക്കുമ്പോൾ CPI അവിടെ അപ്രസക്തമായി പോകുമോ, അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനം അവിടെ അപ്രസക്തമായി പോകുമോ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. തിരുവനന്തപുരത്ത് കോൺഗ്രസിന്റെ സിറ്റിംഗ് MP ശശി തരൂർ പ്രചാരണ പരിപാടികളുമായി സജീവമായി കഴിഞ്ഞു. കേന്ദ്രത്തിൽ നിന്നുള്ള VVIP ആണ് BJP സ്ഥാനാർത്ഥിയെങ്കിൽ ദേശീയ ശ്രദ്ധ കൂടും. തൃശ്ശൂരിനെ പോലെ അല്ലെങ്കിൽ തൃശ്ശൂരിനേക്കാൾ വളരെ പ്രാധാന്യപ്പെട്ട ഒരു ലോക്സഭാ മണ്ഡലമാണ് തിരുവനന്തപുരം. അവിടെയും മത്സരിക്കുന്നത് CPI ആണ്. തിരുവനന്തപുരത്ത് വിശ്വപുരുഷനായ ശശി തരൂർ മത്സരിക്കുന്നു. ശശി തരൂർ കഴിഞ്ഞ 3 തവണയും അവിടുത്തെ ലോക്സഭാ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് മൃഗീയ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ തവണ വിജയിച്ചു വന്ന ഒരു വ്യക്തിയാണ്. കുമ്മനം രാജശേഖരനെ പോലെ BJPയുടെ കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയായിട്ടപ്പോൾ ഒരു നിയമസഭാ മണ്ഡലം ഒഴികെ ബാക്കി എല്ലായിടങ്ങളിലും ശക്തമായ ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വന്ന ശശി തരൂരിനെ മറികടന്നുകൊണ്ട് ശക്തമായി വേരോട്ടമുള്ള VVIPയെ മത്സരിപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരം തിരിച്ചുപിടിക്കുവാൻ ശ്രമിക്കുന്ന BJPയുടെ സ്ഥാനാർത്ഥിയുള്ള ഒരിടത്ത് CPI എന്ത് തന്ത്രപരമായ നീക്കത്തിലൂടെ തിരുവനന്തപുരത്തെ തങ്ങളുടെ പാളയത്തിൽ എത്തിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കഴിഞ്ഞ 2 തവണ 3-ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്ന CPI ഇത്തവണ കൂടുതൽ കരുത്തനെ പോരിനിറക്കും. തൃശൂരിൽ നടനും മുൻ രാജ്യസഭാ അംഗവുമായ സുരേഷ് ഗോപിയെ മുൻനിർത്തിയാണ് BJP പോർമുഖം തുറക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിച്ചാണ് മണ്ഡലങ്ങളിൽ പ്രചാരണ പ്രവർത്തനങ്ങൾ തുടക്കം കുറിച്ചത്. VS സുനിൽകുമാർ, KP രാജേന്ദ്രൻ തുടങ്ങിയ പരിചയസമ്പന്നരടക്കമുള്ള നേതൃനിര അവിടെ CPIക്കുണ്ട്. കോൺഗ്രസിന് വേണ്ടി നിലവിലെ MP TN പ്രതാപൻ പടയൊരുക്കം തുടങ്ങിക്കഴിഞ്ഞു. വയനാട്ടിൽ ഇന്ത്യ മുന്നണിക്ക് ചുക്കാൻ പിടിക്കുന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയാണ് നിലവിലെ MP.
അദ്ദേഹം തന്നെ മത്സരിക്കാൻ ഇറങ്ങുമെന്നാണ് ഏറെക്കുറെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ BJPയുടെ സഖ്യകക്ഷിയായ BDJS ആയിരുന്നു അവിടെ മത്സരത്തിനിറങ്ങിയത്. കഴിഞ്ഞ 3 തവണയും CPI അവിടെ രണ്ടാമതെത്തിയിരുന്നു. മാവേലിക്കരയിൽ ഇത്തവണ CPIയിൽ പുതുമുഖങ്ങൾക്ക് സാധ്യത ഉരുത്തിരിയുന്നുമുണ്ട്. കോൺഗ്രസിന് വേണ്ടി പ്രവർത്തക സമിതി അംഗം കൊടിക്കുന്നിൽ സുരേഷ് വീണ്ടും മാറ്റുരയ്ക്കും. വയനാടിനെ സംബന്ധിച്ച് വയനാട് രാഹുൽ ഗാന്ധിയാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 20-ൽ 19 സീറ്റുകൾ ലഭിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ വയനാട് ഇത്തവണയും കോൺഗ്രസിനോടൊപ്പം നിലനിർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി വയനാട്ടിൽ തന്നെ രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്ന ആവശ്യമുന്നയിച്ചുകൊണ്ട് കോൺഗ്രസ് നേതൃത്വങ്ങൾ നിന്നിരുന്നു. അതുകൊണ്ട് രാഹുൽ ഗാന്ധി മത്സരിക്കുവാനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. അവിടെ 2ാം സ്ഥാനത്ത് നിന്ന് CPIക്ക് രാഹുൽ ഗാന്ധിയെ പോലെ വളരെ വലിയ ഒരു രാഷ്ട്രീയ നേതാവിനെ, അല്ലെങ്കിൽ ദേശീയ തലത്തിൽ വരെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ പോർക്കളത്തിൽ മലർത്തിയടിക്കുവാൻ CPIക്ക് കഴിയുമോ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. മാവേലിക്കയിൽ മത്സരിക്കുന്നത് വർക്കിംഗ് പ്രസിഡന്റായ കൊടിക്കുന്നിൽ സുരേഷാണ്. കഴിഞ്ഞ തവണകളിലെല്ലാം അവിടെ മത്സരിച്ച് മികച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചു വരുന്ന കൊടിക്കുന്നിൽ സുരേഷിനെ അവിടെ മാറ്റി നിർത്തിക്കൊണ്ട് BJP അധികാരത്തിൽ വരാൻ ശ്രമിക്കുമ്പോൾ BJPയെ മലത്തിയടിച്ച് CPIക്ക് അവിടെ നിലമുറപ്പിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായ ഒന്നാണ്. എന്തായാലും CPI മത്സരിക്കുവാൻ പോകുന്ന 4 ഇടങ്ങളും വളരെ പ്രസക്തമായ ഇടങ്ങളാണ്. എന്തായാലും ദേശീയ തലത്തിൽ വരെ ശ്രദ്ധ ആകർഷിക്കുവാൻ പോകുന്ന പ്രധാനപ്പെട്ട 3 ലോക്സഭാ മണ്ഡലങ്ങളിലും CPI മത്സരിക്കുന്നു. അവിടെ BJP ശക്തമായി ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇത്തവണ CPIയെ വലിയ കുഴപ്പത്തിലാക്കുന്നത്. CPIയെ സംബന്ധിച്ചിടത്തോളം 3 അതായത് 3-ൽ 2 ഇടങ്ങളിലും CPI മൂന്നാമതായിരുന്നു. വയനാട്ടിൽ മാത്രമാണ് CPI രണ്ടാമത് വന്നത്. അതുകൊണ്ട് തന്നെ ബാലികേറ മലയാണ് CPIക്ക് ഈ 3 ലോക്സഭാ മണ്ഡലങ്ങളിലും വിജയിക്കുക എന്നുള്ളത്. പക്ഷേ ശക്തമായ സ്ഥാനാർത്ഥികളെ ഇട്ട് തിരിച്ചുപിടിക്കുവാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് CPI. എന്താകും എന്നുള്ളത് 2024 തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ നമുക്ക് കണ്ടറിയാം.